കാലങ്ങളോളം മുസ്ലിം സമുദായം ഭൗതികവും മതപരവുമായ വിഷയങ്ങളിൽ അജ്ഞരായിരുന്നു. മുസ്ലിയാക്കൾ എന്തു പറഞ്ഞാലും അതായിരുന്നു അന്നത്തെ ദീൻ. സമുദായത്തെ നുകം വെച്ച് കാലങ്ങളോളം പൗരോഹിത്യം മേഞ്ഞു നടന്നിരുന്ന കാലം. അവരെ ചോദ്യം ചെയ്യാൻ ആരുമുണ്ടായിരുന്നില്ല. ഗുരുത്തക്കേട് സമ്പാദിക്കരുതല്ലോ. ഭയഭക്തി ആദരവോടെ അവർ പറയുന്നതെന്തും തലയാട്ടി അംഗീകരിച്ചിരുന്ന കാലം ഏറെക്കുറെ ഇന്ന് മാറിക്കഴിഞ്ഞു. ഒട്ടേറെ പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ച് ഇസ്ലാഹി ആദർശത്തിന്റെ പൂർവികരായ പണ്ഡിതർ ഇതിനെതിരെ പോരാടി മുസ്ലിം സമുദായത്തെ ഉന്നതിയിലേക്ക് കൈപിടിച്ചുയർത്താൻ. അന്ന് ജനങ്ങൾ വിശ്വസിച്ചാചരിച്ചിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ ഇന്ന് ജനങ്ങൾ തിരസ്കരിച്ചു കഴിഞ്ഞു. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പരിവർത്തിപ്പിക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് തൗഹീദ്. അന്ന് ജനങ്ങൾ ആചരിച്ചു വന്നിരുന്ന ചില ആചാരങ്ങൾ നമുക്കൊന്ന് അയവിറക്കാം. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. കാലകീല പറഞ്ഞ് ശിർക്കിനെ വെള്ളപൂശി അന്നും പണ്ഡിതർ നയിച്ചതു ബിദ്അത്തിലേക്ക്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. കാലകീല പറഞ്ഞ് ശിർക്കിനെ വെള്ളപൂശി അന്നും പണ്ഡിതർ നയിച്ചതോ ബിദ്അത്തിലേക്ക്. കഞ്ഞിപ്രാക്ക് ധരിച്ച മാപ്പിള മൊട്ടയാണ്, തലയിൽ തലമുടി നീട്ടുന്നവൻ വഹാബിയാണ്. കഞ്ഞിപ്രാക്ക് ധരിച്ച മാപ്പിള മൊട്ടയാണ്, തലയിൽ തലമുടി നീട്ടുന്നവൻ വഹാബിയാണ്. കൈയെഴുത്ത് സ്ത്രീകൾക്കന്ന് നിഷിദ്ധമാണ്, കാരണം പ്രേമലേഖനമെഴുതുമെന്ന് കരുതിയാണ്. കൈയെഴുത്ത് സ്ത്രീകൾക്കന്ന് നിഷിദ്ധമാണ്, കാരണം പ്രേമലേഖനമെഴുതുമെന്ന് കരുതിയാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. സ്ത്രീകൾക്കക്ഷരവിദ്യ ദീനിൽ വെറുത്തതാണ്, മണ്ണാർക്കാട് വെച്ച് സമസ്തയെന്ന് പറഞ്ഞതാണ്. സ്ത്രീകൾക്കക്ഷരവിദ്യ ദീനിൽ വെറുത്തതാണ്, മണ്ണാർക്കാട് വെച്ച് സമസ്തയെന്ന് പറഞ്ഞതാണ്. മദ്രസാ പദം തുടങ്ങുന്നത് മീമിലാണ്, അതിനാൽ ജഹന്നമിന്റെ മീമൊടുക്കും നരകമാണ്. മദ്രസാ പദം തുടങ്ങുന്നത് മീമിലാണ്, അതിനാൽ ജഹന്നമിന്റെ മീമൊടുക്കും നരകമാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. കുട്ടികൾ മദ്രസയിൽ പോയാൽ നരകമാണ്, അതിനാൽ ഓത്ത് പള്ളി മാത്രമാണെന്ന് പഠന കേന്ദ്രം. കുട്ടികൾ മദ്രസയിൽ പോയാൽ നരകമാണ്, അതിനാൽ ഓത്ത് പള്ളി മാത്രമാണെന്ന് പഠന കേന്ദ്രം. ഇംഗ്ലീഷ് പഠനമന്ന് നിഷിദ്ധമാണ്,
കാരണം നരകത്തിൽ സംസാരിക്കും ഭാഷയാണ്. ഇംഗ്ലീഷ് പഠനമന്ന് നിഷിദ്ധമാണ്. കാരണം നരകത്തിൽ സംസാരിക്കും ഭാഷയാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ, പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. ബുർദ ചൊല്ലലും നഫിസമാലയുമേറെയാണ്. പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്കിതേറെ പഥ്യമാണ്. ബുർദ ചൊല്ലലും നഫിസമാലയും ഏറെയാണ്. പ്രസവിക്കാത്ത പെണ്ണുങ്ങൾക്കിതേറെ പഥ്യമാണ്. ഉറുക്കും മന്ത്രവും പിഞ്ഞണമെഴുത്തും ചികിത്സയാണ്. ശൈത്വാൻ കൂക്കും ജിന്ന് കൂടലും പതിവായതാണ്. ഉറുക്കും മന്ത്രവും പിഞ്ഞണമെഴുത്തും ചികിത്സയാണ്. ശൈത്വാൻ കൂക്കും ജിന്ന് കൂടലും പതിവായതാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ, പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. ഡോക്ടർമാരുടെ ചികിത്സ തേടൽ വിരളമാണ്. നാട്ടിൽ ജനങ്ങളേറെ ചെയ്തത് മന്ത്രവാദമാണ്. ഡോക്ടർമാരുടെ ചികിത്സ തേടൽ വിരളമാണ്. നാട്ടിൽ ജനങ്ങളേറെ ചെയ്തത് മന്ത്രവാദമാണ്. മഴയ്ക്കുവേണ്ടി മമ്പുറം കൊടി വഹിക്കലാണ്. പിന്നെ വസുരി കോളറയകറ്റാനായി കുട്ടബാങ്കുമാണ്. മഴയ്ക്കുവേണ്ടി മമ്പുറം കൊടി വഹിക്കലാണ്. പിന്നെ വസുരി കോളറയകറ്റാനായി കുട്ടബാങ്കുമാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ, പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. ബദർ മാലയും മുഹിയദ്ദീൻ മാലയും ചൊല്ലലാണ്. വീട്ടിൽ പതിവാക്കാത്തോരൊക്കെയും മുജാഹിദാണ്. ബദർ മാലയും മുഹിയദ്ദീൻ മാലയും ചൊല്ലലാണ്. വീട്ടിൽ പതിവാക്കാത്തോരൊക്കെയും മുജാഹിദാണ്. നമ്മുടെ സമുദായം ഇന്നും പിറകിലാണ്. കാരണം സമസ്ത പണ്ഡിതർ കൗമിനെ തടഞ്ഞതാണ്. നമ്മുടെ സമുദായം ഇന്നും പിറകിലാണ്. കാരണം സമസ്ത പണ്ഡിതർ കൗമിനെ തടഞ്ഞതാണ്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ, പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. അന്ധവിശ്വാസത്തിനെതിരെ ഏറെയെന്ന് പൊരുതിയ ഏക പ്രസ്ഥാനം മുജാഹിദ് മാത്രമാണ്. അന്ധവിശ്വാസത്തിനെതിരെ ഏറെയെന്ന് പൊരുതിയ ഏക പ്രസ്ഥാനം മുജാഹിദ് മാത്രമാണ്. ഇനിയുമുണ്ട് സമുദ്ധരിക്കാൻ കാര്യമേറെ. അതിനായി ശക്തി നൽകി റബ്ബ് നമ്മെ തുണച്ചിടട്ടെ. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ, പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം. കാലകീല പറഞ്ഞ് ശിർക്കിനെ വെള്ളപൂശി അന്നും
പണ്ഡിതർ നയിച്ചതു ബിദ്അത്തിലേക്ക്. ഓർമ്മയുണ്ടോ മുസ്ലിം മക്കളെ പൂർവകാലം നമ്മെ അന്ധകാരത്തിൻ ചുഴിയിൽ തെളിച്ച കോലം.